കാത്തിരിക്കുന്നതും. ഏതായാലും നിലമ്പൂർ അംഗത്തിന് PV അൻവർ കൂടി എത്തുന്നതോടെ പോരാട്ട ചിത്രം തന്നെ മാറുകയാണ്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രചാരണത്തിനായി മമതാ ബാനർജി മണ്ഡലത്തിലേക്ക് എത്തുമോ എന്നാണ് ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. പിണറായിസത്തിനും കോൺഗ്രസിലെ ഹിറ്റ്ലറിസത്തിനും എതിരെയാണ് തന്റെ പോരാട്ടമെന്ന് പറയുന്ന അൻവർ ആര്യടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്നുകൂടി ഉറപ്പിച്ചു പറയുകയാണ്. VD സതീശൻ ഒഴികെയുള്ള UDF നേതാക്കളോട് നന്ദി പറയുന്നതും നമ്മൾ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ കണ്ടു. അതേസമയം അൻവർ മത്സരിക്കുന്നത് UDFനെ ബാധിക്കില്ല എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അൻവറുമായുള്ള ചർച്ചയ്ക്ക് വാതിൽ കൊട്ടിയടച്ചു കഴിഞ്ഞു എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങൾ ഇതുവരെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലൊന്നും ഒരു വർത്തമാനവും പറഞ്ഞില്ല. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFിലെ അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കുക. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു, ചർച്ചയുടെ വാതിലുകൾ അടച്ചു. ഇനി ഒരു ചർച്ചയും ഒരാൾ നടത്തില്ല. ആരെങ്കിലും വല്ല സംസാരിച്ചിട്ടേക്ക് അത് വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് സംസാരിക്കുന്നത്. UDF യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്, എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു. ഇനി ഒരു ചർച്ചയില്ല. റോഷിപാലുണ്ട് നിലമ്പൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. റോഷിപാൽ, കൃത്യമായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. UDF വാതിൽ കൊട്ടിയടച്ചതോടുകൂടി മത്സര രംഗത്തേക്ക് PV അൻവർ ഇറങ്ങുകയാണ്. ഒരുപക്ഷെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നീണ്ടു പോവുകയായിരുന്നു. അതിനു പിന്നാലെ LDF UDFും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. പക്ഷേ അൻവർ കൂടി കളത്തിലിറങ്ങുമ്പോൾ അവിടുത്തെ പോരാട്ട ചിത്രം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ PV അൻവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് എങ്ങനെയായിരിക്കും ആ മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഭൂമികയെ മാറ്റിമറിക്കുക? UDF അസോസിയേറ്റ് അംഗമാക്കുക എന്നതല്ലാതെ ഘടകകക്ഷിയാക്കില്ലെന്ന് വ്യക്തമായതോടെയാണ് PV അൻവർ UDFന് ഒപ്പം ഇനി നിൽക്കാൻ കഴിയില്ല എന്ന തീരുമാനം പ്രഖ്യാപിച്ചതും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ അംഗത്തിനിറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയും ചെയ്തു. ഏതായാലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടെ ഇപ്പോൾ ഇരു മുന്നണികളും, അത് LDF ആകട്ടെ UDF ആകട്ടെ, അവർക്ക് ആശങ്കയുണ്ട്. കാരണം ആരുടെ വോട്ട് ബാങ്കിലാണ് PV അൻവർ വിള്ളൽ വീഴ്ത്തുക എന്നതാണ് ആശങ്കയ്ക്ക് പ്രധാനമായും കാരണമാകുന്നത്. കാരണം കഴിഞ്ഞ 9 വർഷക്കാലമായി LDF ക്യാമ്പിലാണ് PV അൻവർ. LDFിലെ പ്രവർത്തകരുമായി വലിയ ആത്മബന്ധമുണ്ട്. അതുകൊണ്ട് LDFിൽ ആ ആത്മബന്ധം വെച്ച് വോട്ട് ചോർത്താൻ PV അൻവറിന് കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട സംശയം. മറ്റൊന്ന്, സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമ്പോൾ സ്വാഭാവികമായും സമാനമായ രാഷ്ട്രീയ വിശദീകരണങ്ങളും പ്രചാരണങ്ങളും UDF നടത്തുമ്പോൾ ഈ സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് ഭിന്നിക്കുമോ എന്ന ആശങ്ക UDF ക്യാമ്പിനുമുണ്ട്. ഏതായാലും രണ്ട് മുന്നണികളും ഒരുപോലെ തങ്ങളുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തും. കാരണം PV അൻവറിന് ഈ മണ്ഡലത്തിലുള്ള വേരോട്ടം, ആ വേരോട്ടം വെച്ച് പരമാവധി പ്രചാരണം നടത്തി ദേശീയ നേതാക്കളെ അടക്കം കളത്തിലിറക്കിയുള്ള പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ എങ്ങനെയാണ് നിലമ്പൂരിന്റെ മനസ്സ് 19ന് പോളിംഗ് ബൂത്തിൽ അവരുടെ വോട്ട് രേഖപ്പെടുത്തുക എന്നതാണ് അറിയേണ്ടത്. പക്ഷെ ഒന്നുറപ്പാണ്, ഇവിടെ തീപിടിക്കുന്ന പോരാട്ടമായി മാറിക്കഴിഞ്ഞു അൻവറിന്റെ സാന്നിധ്യത്തോടെ. ഏതായാലും മുന്നണികൾ കൃത്യമായ പ്രവർത്തനമാണ്, വളരെ സജീവമായ പ്രവർത്തനമാണ് വരും ദിവസങ്ങളിൽ നടത്തുക. നേരത്തെ ഉള്ളതുപോലെ ആകില്ല ഇനി നിലമ്പൂരിലെ മത്സരം. വിനീത, ശരി. റോഷിപാൽ തുടരുക. കൂടുതൽ ഇലക്ഷൻ ബ്രേക്കിംഗുകൾക്കായി കാത്തിരിക്കുന്നു.